ഹായ്, എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് നിഖില. ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത് ചിക്കൻ ചുക്കയുടെ റെസിപ്പി ആയിട്ടാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോവാം. ചിക്കൻ ചുക്ക റെഡിയാക്കാനായിട്ട് ഞാനിവിടെ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. കഴുകി വൃത്തിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് ചെയ്യേണ്ടത്, അത്യാവശ്യം വലിപ്പമുള്ള ഒരു 3 സവാള ഞാൻ ഈ ഒരു രീതിയിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഡീപ്പ് ഫ്രൈ തന്നെ വേണം കേട്ടോ. നമുക്കത് ചെയ്യാം. ആദ്യമായിട്ട് അതാണ് ചെയ്യേണ്ടത്. സവാള ഫ്രൈ ചെയ്യാനായിട്ട് ഇതുപോലൊരു പാൻ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടായി വരുമ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ തന്നെ വേണം കേട്ടോ. അപ്പോഴാണ് നമ്മുടെ ചിക്കൻ ചുക്കയ്ക്ക് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. ഞാനിങ്ങനെ കുറച്ചായിട്ട് ഇട്ടിട്ട് ഫ്രൈ ചെയ്യുന്ന, അധികം വെളിച്ചെണ്ണ യൂസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്. എല്ലാം ഒത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്കിതെല്ലാം കൂടി ഇട്ടിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുക. അല്ലെങ്കിൽ ഇതുപോലെ കുറച്ചിട്ടിട്ട് ഇങ്ങനെ ഫ്രൈ ചെയ്തെടുക്കുക. ഞാനിതെല്ലാം ഫ്രൈ ചെയ്തെടുത്തിട്ട് കാണിക്കാം കേട്ടോ. ഞാൻ എല്ലാ സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ. ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ വഴറ്റി കൊടുത്തിട്ട് നമുക്ക് നോക്കാം. ഞാൻ അത് ബ്രൗൺ കളറായിട്ട് ഫ്രൈ ആയിട്ട് കാണിക്കാം കേട്ടോ. ഇതാ നമ്മുടെ സവാള നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് വേറെ പാത്രത്തിലേക്ക് കോരി മാറ്റി വയ്ക്കാം കേട്ടോ. ഇതുപോലെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് വിടർത്തി വെച്ച് കൊടുക്കണം. അപ്പോഴാണ് നല്ല മുരുമുരാന്ന് വരത്തുള്ളൂ കേട്ടോ. ഉള്ളി നല്ല പൊരിയും പോലെ ഉണ്ടാവത്തുള്ളൂ. ഇനി ഇതവിടെ കിടക്കട്ടെ. ഇനി അടുത്തതായിട്ട് ചെയ്യേണ്ടത്, കഴുകി മാറ്റി വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കൻ എടുക്കാം. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതേപോലെ 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. നല്ല മുളക് പൊടിയാണെങ്കിൽ ഇത്രയും ചേർക്കരുത് കേട്ടോ. എരിവ് കൂടുതലായി പോകും. 1 ടീസ്പൂൺ മതിയാവും. അതുപോലെ 1 ടീസ്പൂൺ കുരുമുളകിൻ്റെ പൊടി ചേർക്കാം. 1 ടീസ്പൂൺ വലിയ ജീരകം പൊടിച്ചതോ അല്ലെങ്കിൽ ചതച്ചെടുത്തതോ ആവാം. ഞാനിവിടെ ചതച്ചെടുത്തിരിക്കുന്നതാണ് വലിയ ജീരകത്തിൻ്റെ പൊടി. പിന്നെ ഒരു 3 പച്ചമുളക് നെടുകെ കീറിയിട്ടിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ഇഞ്ച് വലിപ്പത്തിലുള്ള ഇഞ്ചിയും ഒരു 10 വെളുത്തുള്ളിയും കൂടെ ചതച്ചെടുത്തിട്ടുണ്ട്, അത് ചേർത്ത് കൊടുക്കാം. 2 വലിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 തണ്ട് കറിവേപ്പില ചേർക്കാം. നമ്മൾ ഇത് ലാസ്റ്റ് മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നാലും നമ്മുടെ കറിവേപ്പില ഒഴിവാക്കണ്ട കേട്ടോ. കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. പിന്നെ ഞാൻ ഒരു ചെറുനാരങ്ങയുടെ നീര് ഇതിലേക്ക് പിഴിഞ്ഞ് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു ചെറുനാരങ്ങ അപ്പാടെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ നന്നായിട്ട് നീര് പിഴിഞ്ഞ്, അപ്പം നല്ല സോഫ്റ്റ് ആയിരിക്കും നമ്മുടെ ചിക്കൻ. അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഇതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് കൈകൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. നമ്മുടെ ഈ ചിക്കൻ ചുക്ക എന്ന് പറയുമ്പോൾ ആഫ്റ്ററായിട്ട് ഇങ്ങനെ ചെയ്ത് വെക്കുന്നതാണ് എളുപ്പത്തിൽ കഴിയും കേട്ടോ. നമുക്ക് എല്ലാം മുമ്പാണ് ഫ്രൈ നമ്മൾ റെഡിയാക്കുന്നതിന് മുമ്പ് ഇതുപോലെ ചെയ്ത് വെക്കുന്നതാണ് കുറച്ച് പണിയുള്ളൂ. ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു കാര്യം കൂടി ചേർക്കാനുണ്ട്. നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച സവാളയില്ലേ, അതിൻ്റെ അകത്തുനിന്ന് നേരെ പകുതി എടുത്തിട്ട് ഇതിലിപ്പോൾ ചേർക്കണം. എന്നിട്ട് മിക്സ് ചെയ്യണം. ഇതിൻ്റെ നേരെ പകുതിയാണ് ഇപ്പോൾ ചേർക്കേണ്ടത് കേട്ടോ. ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതും കൂടെ ചേർത്തിട്ട് കൈകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം.
ദാ എല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊരു 15 മിനിറ്റ് ഒന്ന് മാറ്റി വെച്ചാൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും കേട്ടോ. ഒരു 15 മിനിറ്റ് നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ മാറ്റി വയ്ക്കണം. റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് 15 മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ ചുക്ക റെഡിയാക്കാൻ നോക്കാം. അതിനായി ഇതുപോലൊരു പാൻ ഞാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പാൻ ചൂടായി വരുമ്പോൾ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ പുരട്ടിയത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വേറെ വെള്ളം ഒന്നും ചേർക്കണ്ട കേട്ടോ. വെള്ളം ഒന്നും ചേർക്കാതെയാണ് നമുക്കിത് പ്രിപ്പയർ ചെയ്തെടുക്കേണ്ടത്. ചിക്കൻ ചുക്ക ചിക്കനിൽ നിന്ന് തന്നെ, ഇറച്ചിയിൽ നിന്ന് തന്നെ നന്നായിട്ട് വെള്ളം വന്നോളും. കുറച്ചുകൂടി ഒന്ന് ആയി വരുമ്പോൾ ഇതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും കേട്ടോ. നന്നായിട്ടൊന്ന് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇടയ്ക്കൊന്ന് മൂടി തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇതൊന്ന് മൂടി വയ്ക്കാം. ഇടയ്ക്കൊന്ന് മൂടി തുറന്ന് ഇളക്കി കൊടുക്കണേ. മൂടി ഒന്ന് തുറന്ന് നോക്കാം. കണ്ടോ, നമ്മൾ വെള്ളം ചേർക്കാതെ തന്നെ ചിക്കനിൽ നന്നായിട്ട് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് കണ്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. അടിയിലൊന്നും പിടിക്കാതെ നോക്കണം കേട്ടോ. ഒന്ന് ഇളക്കി കൊടുത്തിട്ട് മൂടി വയ്ക്കാം. വെള്ളം ചേർക്കണ്ടെന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്നോ, നല്ലൊരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഈ ചിക്കനിൽ നിന്ന് വരുന്ന വെള്ളത്തിൽ തന്നെ വേകുമ്പോൾ നല്ലൊരു കളറൊക്കെ കിട്ടും, നല്ലൊരു ടേസ്റ്റും ആയിരിക്കും കേട്ടോ. നമ്മുടെ ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് കുറച്ച് ഗ്രേവിയോടെയാണ് ആവശ്യമെങ്കിൽ ഈ ഒരു ടൈമിൽ ഫ്ലെയിം ഓഫ് ചെയ്യുക കേട്ടോ. ഇതിനകത്ത് ഒരു ഐറ്റം കൂടി ചേർക്കാനുണ്ട്. എന്നിട്ട് ഫ്ലെയിം ഒന്ന് വഴറ്റി കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക. ഞാൻ കുറച്ചുകൂടി ഒന്ന് കുറുക്കിയെടുക്കുന്നുണ്ട്, വറ്റിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇത് തണുക്കുമ്പോൾ കുറച്ച് വറ്റിക്കോളും. നല്ല കുറുകിയ ചാറോട് കൂടിയ ഒരു ചിക്കൻ ചുക്ക, അതാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവുക. ഇനി ഈ ഒരു ടൈമിൽ കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പ്രത്യേക ഒരു മണവും ടേസ്റ്റും ഒക്കെ ആയിരിക്കും കേട്ടോ. പിന്നെ ചെയ്യേണ്ടത്, നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവാളയില്ലേ, നമ്മൾ ഡീപ്പ് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. പകുതി നേരത്തെ എടുത്തിരുന്നു, പകുതി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത്രയും പകുതി ഉണ്ടായിരുന്നു, ബാക്കി ഇത് നമുക്ക് ചേർത്ത് കൊടുക്കാം. കണ്ടോ, നല്ലൊരു കളറൊക്കെ വന്നിട്ടില്ലേ. അതാണ് ഈ വെള്ളം ചേർക്കാതൊക്കെ നമ്മളിങ്ങനെ റെഡിയാക്കി എടുത്താൽ പ്രത്യേക ഒരു ടേസ്റ്റും നല്ലൊരു കളറും ഒക്കെ ഉണ്ടാവും. ഇതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു സവാള ചേർത്ത് കൊടുക്കുക. ഇനി ഒരു ഇത്തിരി വെള്ളം ഉണ്ടെങ്കിൽ തന്നെ ഇത് ചേർക്കുമ്പോൾ അത് റെഡി ആയിക്കോളും. മിക്സ് ചെയ്യുമ്പോൾ ആ ഒരു വെള്ളത്തിൻ്റെ കൂടെ ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് വരുമ്പോൾ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. കുറച്ച് മല്ലിയില. ഇനി ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. എല്ലാം കൂടി ഒന്ന് ഗ്രേവി അടക്കം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ജനാലയുടെ വെളിച്ചം അടിക്കുന്നതുകൊണ്ടാണ് ശരിയായ ഒരു കളറൊന്നും കാണാത്തത് കേട്ടോ. നല്ലൊരു കളറൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ ചുക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. ഇത് സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ട് ഞാൻ കാണിക്കാം കേട്ടോ. ഇതുപോലൊരു സെർവിങ് ഡിഷിലേക്ക് ഞാൻ മാറ്റുന്നുണ്ട്. ചൂടോടെ തന്നെ നമുക്ക് സെർവ് ചെയ്യാം. നല്ലൊരു മണവും നല്ലൊരു ടേസ്റ്റും ആണ് കേട്ടോ. ഈ ചിക്കൻ ചുക്കക്ക് നല്ലൊരു മണം വരുന്നുണ്ട്. ഇതെല്ലാം ഞാനിവിടെ സെർവിങ് ഡിഷിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ.
മുകളിലായി സെർവ് ചെയ്യുമ്പോൾ കുറച്ച് മല്ലിയില ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ചുക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണേ. നെയ്ച്ചോറിൻ്റെ കൂടെയാണെങ്കിലും പൊറോട്ടയുടെ കൂടെയാണെങ്കിലും കഴിക്കാൻ വളരെ ടേസ്റ്റാണ് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.